ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് പുതിയതായിട്ട് ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സസ് പോലെ തുടങ്ങുകയാണ്. സ്റ്റിച്ചിങ് ക്ലാസ്സസ് അല്ല, ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോ മെഷർമെൻറ്റ്, ഓരോ ടോപ്പിൻ്റെയും മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടാൻ പോവാണ്. അതായത് ലാർജ്, സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, അങ്ങനെ ഓരോ അത് ടോപ്പാണ് കേട്ടോ. അതായത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും അതിൻ്റെ അളവുകളും അതെങ്ങനെയാണ് കട്ട് ചെയ്യണതും കൂടി നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ലാർജ് സൈസിൻ്റെയാണ്. അപ്പോൾ അതിന് മുന്നേ എല്ലാത്തിൻ്റെയും ഓരോ മെഷർമെൻറ്റ് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് സ്മോൾ സൈസ് എത്ര എണ്ണം, സ്മോൾ സൈസിൻ്റെ ഷോൾഡർ, അതേപോലെ ആം ഹോള്, നെക്ക്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ലെങ്ത്ത്, പിന്നെ കൈയുടെ ലെങ്ത്ത്, ഇത്രയും സംഭവങ്ങൾ ഒരു ചാർട്ടിൽ ആക്കിത്തരാം. എന്നിട്ട് അതിൽ നിന്ന് ഓരോ മെഷർമെൻറ്റ് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് ആം ഹോളിൽ അവിടെ വ്യത്യാസം വരുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ച് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. കുറേ നാളുകളായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ലാർജ് സൈസാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ലാർജ് സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാർജ് ആണല്ലോ എല്ലാവർക്കും ആദ്യം ആവശ്യം. കാരണം ലാർജ് ആണെങ്കിൽ നമുക്ക് മീഡിയത്തിലേക്കും എക്സലിലേക്കും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലാർജ് ഒരു സൈസിലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇന്നത്തെ ഈ ഒരു സൈസ് ചാർട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ഞാനിവിടെ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, 2XL, 3XL, 3XL, 4XL വരെ, എക്സൽ, 2XL, 3XL, 4XL വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ C, ചെസ്റ്റ്, വേസ്റ്റ് W, വേസ്റ്റ്, ഹിപ്പ്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്. അപ്പോൾ അതിനൊക്കെ ഓരോ ലൈൻ എടുക്കുക കേട്ടോ. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ആം ഹോള്, ലെങ്ത്ത്, HL ഹാൻഡ് ലെങ്ത്ത്, നെക്ക്, ഷോൾഡർ, ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ലൈനായിട്ട് കൊടുക്കാം. ഞാൻ 40 ആണ് കേട്ടോ. ലാർജ് 40, മീഡിയം 38, സ്മോൾ 36, 36, 32, 40, എക്സൽ 42, 2XL 44, 3XL 46, 4XL 48. ഓക്കെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്മോൾ എന്ന് പറഞ്ഞാൽ 36ആണ്. അപ്പോൾ 36ന് പകുതി. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 18 ഇഞ്ചാണ്. 18. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 18. വേസ്റ്റ്, അതായത് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ വരുന്നു 18ന് 2 കുറച്ച് 16. ഹിപ്പ് വരുന്നത് 18 എന്ന് പറഞ്ഞാൽ 19. ഇല്ലെങ്കിൽ എത്ര പറയാ, 18 ആയാലും കുഴപ്പമില്ല. കാരണം ഹിപ്പ് സ്മോൾ സൈസിൽ നിന്ന് കുറവായിരിക്കും, പക്ഷെ 19 നമുക്ക് മതി. ആം ഹോൾ എത്ര വേണം? സ്മോൾ സൈസിന് ആം ഹോൾ 6.5. ലെങ്ത് എത്ര വേണം? ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിന്. ഞാൻ 46 എടുക്കുന്നുണ്ട്. പൊക്കം കുറഞ്ഞവരാണെങ്കിൽ 44 മതി. ഹാൻഡ് ലെങ്ത് 16. നെക്ക്, ഫ്രണ്ട് നെക്ക് 6. ഷോൾഡർ എത്ര വേണം? 6.5, അതായത് 13 ഷോൾഡർ മതി. സ്മോൾ സൈസിൻ്റെ ആയിട്ട് പറയണേ. ഷോൾഡർ 13. അപ്പോൾ ചെസ്റ്റ് 18, വേസ്റ്റ് 16, ഹിപ്പ് 19, ആം ഹോൾ, ലെങ്ത്ത്, ഷോൾഡർ. ഇനി അടുത്തത് മീഡിയം സൈസ് 38. അപ്പോൾ 38 ചെസ്റ്റ് വരുന്നത് 19. 19 എന്ന് പറയുമ്പോഴത്തേക്കും തുണിയുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 19. വേസ്റ്റ് എത്ര വരും ഇടാം? 18. വേസ്റ്റ് വരുന്നത് 17 കേട്ടോ. വേസ്റ്റ് 17. ഹിപ്പ് എത്ര വരും? 20. ആം ഹോൾ വരുന്നത് 7. ലെങ്ത്ത് വരുന്നത് 46. ഹാൻഡ് ലെങ്ത്ത് 16. നെക്ക് 6. ഷോൾഡർ 7. ഓക്കെ, അടുത്തത് 40, 20, ചെസ്റ്റ് 20, വേസ്റ്റ് 18, ഹിപ്പ് 21, 22. ഓക്കെ, ആം ഹോൾ എത്ര വരണം? 7.5. ലെങ്ത്ത് 46. ഹാൻഡ് ലെങ്ത്ത് 16. നെക്ക് 6.5 6.25 6.25 എടുക്കാം. ഓക്കെ,
അത് ഓരോരുത്തരും ഇഷ്ടം. ഞാൻ 6.25 6.25. ഷോൾഡർ എത്ര വേണം? 7.5, അതായത് 15 ഷോൾഡർ. 7.5 15 ഷോൾഡർ കറക്റ്റ് വേണം കേട്ടോ. ഇത് ഈ മെഷർമെൻറ്റിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതായത് തയ്ച്ച് കഴിയുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിൽക്കണം. അതാണ് കറക്റ്റ്. തയ്ച്ച് കഴിയുമ്പോൾ ഈ മെഷർമെൻറ്റിൽ നിൽക്കണം. അതായത് നമ്മൾ വെട്ടുമ്പോൾ ഇതിൽ നിന്ന് തയ്യൽ തുമ്പുകളെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ചാണ്ടുന്നത്. അടുത്ത എക്സലിൻ്റെ ആണ് 22 അല്ല 21, 42 അല്ലേ, 21, 20, 22, 7.75 7.25 കേട്ടോ. 7.25 എക്സലിനാണ്. 7.25. ലെങ്ത്ത് 46 47 എടുക്കാം. ഹാൻഡ് ലെങ്ത്ത് 16 17 എടുക്കാം. എനിക്ക് 17 എടുക്കാനും മതി, വണ്ണം ഉണ്ടല്ലോ. 17 16 17 എടുക്കാം. നെക്ക് 6.5 എടുക്കാം. ഷോൾഡർ 7.75 7.25 16 ഇഞ്ച് വേണ്ട, 7.25 മതി. അതായത് 15.5 16 നിൽക്കാം അങ്ങനെ. അടുത്തത് 44 22 ഇവിടെ 19 ആണ് കേട്ടോ. 2 ഇഞ്ച് കുറവ്. 22 20 23 ഒക്കെ എടുക്കാം. 23 24 ഒക്കെ എടുക്കാം കേട്ടോ. ഹിപ്പ് അനുസരിച്ച് 23 24 എടുക്കാം. 8 8 ഇഞ്ച് എടുക്കാം. 46 47. ഹാൻഡ് ലെങ്ത്ത് 16 17. നെക്ക് 6.5 തന്നെ, അല്ലെങ്കിൽ 6 തന്നെ മതി കേട്ടോ. അതായത് വണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരിക്കലും കഴുത്തിൻ്റെ ഇറക്കം കൂട്ടാറില്ല, കഴുത്ത് കയറ്റ് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബസ് സൈസും കൂടുകയാണ്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോരാൻ ചാൻസ് ഉണ്ട് ചെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം 6.6 മതി കേട്ടോ. ഷോൾഡർ 8. ഓക്കെ. 3XL 23 21 24 8.5 46 47 16 17. നെക്ക് 6 മതി. 6.5 മതി. ഷോൾഡർ 8.5 എടുക്കുക. 8.5 ഇഞ്ച് എടുക്കുക. 17 വരെയും നമുക്ക് ഷോൾഡർ പോകാം. 8.5 അത്രയും മതി. 24 22 25 ആം ഹോള് 8.5 ഒന്നും വേണ്ട. ആം ഹോള് നമുക്ക് 4XL. ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ 3XL എടുക്കുമ്പോൾ 8.5 ഒന്നും ആം ഹോള് വേണ്ട കേട്ടോ. അതായത് ഒരു 8 7.5 ഒക്കെ മതി കേട്ടോ. ഇവിടെയും 7.5 മതി. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. 46 47 16 17 6 മതി. ഷോൾഡർ 18 വേണ്ട, 8.5 മതി. ഷോൾഡർ ഇടിഞ്ഞ് താഴെ കിടക്കും. അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ, ഷോൾഡർ താഴെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ മെഷർമെൻറ്റ് ചാർട്ട്. ഇതിനകത്ത് കുറച്ച് നമുക്ക് നമ്മൾ എഴുതുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. കാരണം നമ്മളിങ്ങനെ മനസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്ന് എഴുതുന്നതല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാർട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ 3XL എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ടാണ് ആം ഹോൾ കട്ട് ചെയ്യുന്നത് കുറച്ചത്? നമ്മുടെ ഷോൾഡർ വരുന്നത് 8.5 ആണ്. അപ്പം നമ്മൾ ഷോൾഡർ വരയ്ക്കണേണ്. 8.5 ഷോൾഡർ വരച്ചൊരു ഭാഗത്ത് അതിൽ 3 ഇഞ്ച് കഴുത്തിന് പോയി കഴിഞ്ഞാൽ ബാക്കി 8.5 ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് നിർത്തും. അപ്പോൾ നമ്മുടെ വണ്ണം വരുന്നത് 23 ആണ്. വണ്ണം ഇവർക്ക് ഇങ്ങനെ വരും, കൈയുടെ ഇത്രയും വരും. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ വണ്ണം വളരെ കൂടുതലായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ണം നമ്മൾ എത്ര വണ്ണമുള്ളവരാണെങ്കിലും അവരുടെ കൈക്കുഴി എന്ന് പറഞ്ഞാൽ ഒരു 20 ഇഞ്ചസൊക്കെ ഉണ്ടാവുള്ളൂ. 20 21 മാക്സിമം റൗണ്ട്. ആം ഹോൾ റൗണ്ട് 20. എത്ര വണ്ണമുള്ളവരാണെങ്കിലും നമുക്ക് 20 21 കൂടില്ല. കാരണം ആം ഹോൾ എപ്പോഴും ചെറുതായിരിക്കും. കൈയുടെ മസിൽസിനായിരിക്കും വണ്ണം കൂടുതൽ. പിന്നെ മസിൽസിൻ്റെ വണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ ചുറ്റളവ്. ചിലപ്പോൾ ആം ഹോൾ കുറവായിരിക്കും, കൈയുടെ വണ്ണം കൂടുതലായിരിക്കും. കൈയുടെ വണ്ണം കുറവായിരിക്കും, ആം ഹോൾ കൂടുതലായിരിക്കും. അങ്ങനെ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആം ഹോള് നമ്മൾ അളക്കുമ്പോൾ മാക്സിമം 7.5 ഒക്കെ മതി. കാരണം ഈ 7.5 നിന്ന് നമ്മുടെ 1/2 ഇഞ്ച് എന്ത് പോകും,
ഷോൾഡർ കട്ടിങ്ങിലും പോകാറുണ്ട്. എന്നിട്ടാണല്ലോ നമ്മൾ 7.5 ഒക്കെ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഈ ആംഹോളിൽ ഈ വിത്ത് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ നെക്കാണ് ഉണ്ടോ, പിന്നെ ഇത് നെക്കാണ്, ഇത് ആംഹോൾ ഇത്രേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ ആംഹോൾ ഇങ്ങനെ കൂടുമ്പോഴത്തേക്കും ഈ വീതി വളരെ കൈയുടെ വെട്ടുമ്പോൾ വളരെ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ആംഹോളിൻ്റെ വണ്ണം ഇവിടെ കുറയ്ക്കുക. മാക്സിമം ചിലപ്പോൾ 6 മതിയാവുമായിരിക്കും. എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്, ഭയങ്കര വണ്ണമാണ് അവർക്ക്, 44 2Xലാണ് അവർക്ക്. അവരുടെ ആംഹോളൊന്നും 8 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 8 എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വലിയ ആംഹോളായി പോകും. കാരണം കൈക്ക് വണ്ണം കുറവാണ്. അവർക്ക് ഞാൻ മാക്സിമം 6 ആംഹോൾ എടുക്കാറുള്ളൂ. 6 എടുത്താൽ മതി, അത്രയും മതി ആംഹോൾ എടുത്തു കഴിഞ്ഞാൽ. കാരണം ഇവിടുത്തെ വിത്ത് ഇങ്ങോട്ട് വണ്ണം നമ്മൾ കൂട്ടുന്നതനുസരിച്ച് കുറവായിരിക്കും. അതുപോലെ ഷോൾഡർ, ചിലവരുടെ ഷോൾഡർ വളരെ കുറവായിരിക്കും, വണ്ണം ഉണ്ടാവും, ഷോൾഡർ കുറവായിരിക്കും. അപ്പോൾ ഷോൾഡർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഇവിടുത്തെ വിത്ത് കുറയും. ഇവിടെ 8 എന്നുള്ളത് 7 മതിയാവും. അപ്പോൾ പിന്നെയും ഈ കൈക്കുഴി ഇങ്ങോട്ട് കൂടുകയാണ്, മനസ്സിലായോ? ഇങ്ങോട്ട് കൂടുമ്പോൾ നമ്മൾ വെട്ടുമ്പോൾ അനുസരിച്ച് ഇവിടെ കുടുക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ലൂസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുക്കണം, ഒരു ടക്കൊക്കെ ഇട്ട് കൊടുക്കണം. കാരണം ഇത് നമ്മൾ വെട്ടിപ്പോയ സാധനം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട്. ഇതിൽ നിന്ന് അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കാരണം വീഡിയോ ലെങ്തായി പോയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.